അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ഫിഖ്ഹ് പാഠം 161. നിർബന്ധമായ കുളി നിർവഹിക്കുമ്പോൾ ശരീരമാസകലം വെള്ളമെത്തിക്കണം എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ബാഹ്യഭാഗത്തുള്ള എല്ലാ തൊലിയിലും മുടിയിലും മുടിയുടെ ഉൾഭാഗത്തും എല്ലാം വെള്ളം ചേരേണ്ടതുണ്ട്. അങ്ങനെയാകുമ്പോൾ കെട്ടിക്കുടുങ്ങിയ മുടിയുണ്ടാകും. കെട്ടിക്കുടുങ്ങിയ മുടി എന്ന് പറയുമ്പോൾ സ്വമേധയാ കെട്ടിക്കുടുങ്ങിയതും താൻ കെട്ടിക്കുടുക്കിയ മുടിയും അങ്ങനെയും ഉണ്ടാവും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്നല്ല, ഇപ്പോൾ ചില പുരുഷന്മാരെ സംബന്ധിച്ചും നീണ്ട മുടികളുണ്ടാകുമ്പോൾ ആ മുടികൾ മുടഞ്ഞിട്ട് ആ അവസ്ഥയിലാണ് കുളിക്കുന്നതെങ്കിൽ പലപ്പോഴും മുടിയുടെ ഉൾഭാഗങ്ങളിലേക്ക് വെള്ളം എത്തിച്ചേരാൻ പ്രയാസകരമായിരിക്കും. അപ്പോൾ തൻ്റെ പ്രവൃത്തി മൂലം കെട്ടി കുടുങ്ങി നിൽക്കുന്ന മുടികളുടെ ഉൾഭാഗത്തേക്ക് കുളിക്കുന്ന സമയത്ത് വെള്ളമെത്തിയിട്ടില്ലെങ്കിൽ ആ കുളി സ്വഹീഹാവുകയില്ല. അപ്പോൾ നിർബന്ധമായും ആ കെട്ടിക്കുടുക്കിയ മുടിയെ കുടുക്ക് അഴിച്ച് വേർതിരിച്ച് ഉള്ളിലേക്ക് വെള്ളമെത്തിക്കൽ നിർബന്ധമാണ്. വയജിബു നഖ്ലുൽ ലഫായിർ ഇല്ലം യസിലിൽ മാഉ ഇലാ ബാത്തിനിഹാ ഇല്ലാ ബിന്നഖ്ലി. അത് അഴിച്ചു കൊടുത്ത് അങ്ങനെ വെള്ളം എത്തിച്ചെങ്കിൽ മാത്രമേ വെള്ളം എത്തൂ എന്നുണ്ടെങ്കിൽ അഴിച്ചു കൊടുക്കൽ നിർബന്ധമാണ്, അങ്ങനെ വെള്ളമെത്തിക്കൽ നിർബന്ധമാണ്. എന്നാൽ സ്വയം കെട്ടിക്കുടുങ്ങിയ മുടി അത് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം എത്തിയില്ലെങ്കിലും പ്രശ്നമില്ല, അതിന് അഫ്വുണ്ട്. കാരണം നാമായിട്ട് കെട്ടിക്കുടുക്കിയതല്ലല്ലോ. അതാണ് എല്ലാ ഫിഖ്ഹിൻ്റെ കിതാബുകളിലും പറയുന്നത് കാണും. ബിഖിലാഫി മൻ അഖദ ബിനഫ്സിഹി വ ഇൻ കസുറ. സ്വയമായി സ്വമേധയാ കെട്ടിക്കുടുങ്ങിയ മുടി അത് എത്ര അധികമായി ഉണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ചേർന്നില്ലെങ്കിൽ കുളിക്ക് യാതൊരുവിധ കുഴപ്പവുമില്ല. പിന്നെ അവിടെ ചർച്ചയുള്ളത് ഇങ്ങനെ സ്വമേധയാ കെട്ടിക്കുടുങ്ങിയത് തൻ്റെ വീഴ്ച കൊണ്ടാണ്, അതായത് എണ്ണയിട്ടും മറ്റും മുടിയെ പരിചരിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ കെട്ടിക്കുടുങ്ങിയത്. എന്നാലും അവിടെ അഫ്വുണ്ടാകുമോ? എന്നാലും അഫ്വുണ്ടാകും എന്നു തന്നെയാണ്. ഷർവാനിയിലും മറ്റ് കിതാബുകളിലൊക്കെ നമുക്കത് കാണാൻ സാധിക്കും. അപ്പോൾ ചുരുക്കത്തിൽ താനായിട്ട് കെട്ടിക്കുടുക്കിയതോ മുടഞ്ഞിട്ടതോ ആയ നിലക്ക് വെള്ളം മുടിയുടെ ഉൾഭാഗത്തേക്ക് ചേർന്നിട്ടില്ലെങ്കിൽ ആ കുളി സ്വഹീഹാവുന്നതല്ല. അതേസമയം സ്വമേധയാ കെട്ടിക്കുടുങ്ങിയ മുടി അത് അഴിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളമെത്തിക്കൽ നിർബന്ധമില്ല. വെള്ളം അഥവാ എത്താതെ പോയാലും കുളിക്ക് യാതൊരുവിധ കുഴപ്പവും ഉണ്ടാകുന്നില്ല. തൻ്റെ പ്രവൃത്തി കൊണ്ട് കെട്ടിക്കുടുങ്ങിയ മുടികളുടെ ആ കുടുക്ക് അഴിച്ച് അങ്ങോട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളമെത്തിക്കൽ നിർബന്ധമാണ്. ഇക്കാര്യം പ്രത്യേകിച്ചും സ്ത്രീകളും അതുപോലെ പുതിയ ട്രെൻഡിൻ്റെയോ മറ്റോ ഭാഗമായി മുടി നീട്ടിയിടുന്ന പുരുഷന്മാരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് തലമുടിക്ക് മാത്രമല്ല താടിമുടിക്കും എല്ലാം ബാധകമാണ് എന്നുകൂടി
മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കുറ്റമറ്റ രീതിയിലുള്ള ഇബാദത്തുകൾ നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.